നമസ്കാരം. നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം നടക്കുന്ന വട്ടിയൂർക്കാവിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയത് റൂട്ട് മാറ്റി. KPCC ഓഫീസിന് സമീപത്ത് പ്രതിഷേധക്കാർ ഉണ്ടെന്ന സൂചനയെ തുടർന്നാണ് വഴി മാറ്റിയത്. അതേസമയം കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് ചിലർ പ്രഖ്യാപിച്ചിരുന്നെന്നും പോകാൻ തീരുമാനിച്ചാൽ പോകുമെന്നും സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴക്കൂട്ടത്ത് നിന്ന് അമ്പലമുക്ക് വഴിയാണ് മുഖ്യമന്ത്രിയും സംഘവും വട്ടിയൂർക്കാവിലേക്ക് എത്തിയത്. ശാസ്തമംഗലം വഴിയായിരുന്നു നേരത്തെ യാത്ര നിശ്ചയിച്ചിരുന്നത്. വഴിയിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടാവും എന്ന വിവരത്തെ തുടർന്ന് പോലീസ് നിർദ്ദേശത്തിലാണ് വഴി മാറ്റിയത്. DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾക്കു നേരെ അക്രമമുണ്ടായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശനിയാഴ്ച വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് പ്രവേശിക്കുമ്പോൾ ഹർത്താൽ നടത്താൻ പ്രതിപക്ഷം പദ്ധതിയിട്ടിരുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്ക് കിട്ടിയ വിവരമാണ് പറയുന്നതെന്നും അത് തെറ്റാകാൻ വഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 36 ദിവസം നീണ്ട നവകേരള സദസ്സിന്റെ സമാപന ദിനമായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ പുതിയ ആരോപണം വന്നത്. ഹർത്താൽ ഉണ്ടാക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കണം, അപ്പോൾ അവർ തിരിച്ചടിക്കും. അതിന്റെ ഭാഗമായി ഒരു CIയുടെ മുഖം തകർത്തെങ്കിലും പോലീസ് അങ്ങേയറ്റത്തെ ആത്മസംയമനം പാലിച്ചതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ഈ പരിപാടിയുടെ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഉണ്ടായത്. ആർക്കും എതിരല്ല ഇത്. എന്നിട്ടും എന്തിനാണ് ഇത്രയും പക? ആദ്യം ഇതിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ആരും ആ പ്രകോപനത്തിൽ കുടുങ്ങരുതെന്നും സംയമനം പാലിക്കണമെന്നുമാണ് താൻ പറഞ്ഞത്. താൻ സംയമനം എന്ന് പറയുമ്പോൾ അടിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടുണ്ടോ? ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമായി ഞാൻ പറഞ്ഞപ്പോൾ അവരെ രക്ഷിക്കേണ്ട കാര്യം എന്തെന്നാണ് KPCC പ്രസിഡന്റ് ചോദിച്ചത്. വല്ലാത്ത മനസ്സാണത്. പക്ഷേ ഒരു ശക്തിക്കും ജനങ്ങളെ ഈ പരിപാടിയിൽ നിന്ന് അകറ്റാനായില്ല. ജനവും നാടും ഏറ്റെടുത്ത പരിപാടിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവളം, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ ജനസദസ്സാണ് സമാപന ദിനം നടന്നത്. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത്രേ. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ സംയുക്തമായി വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലായിരുന്നു സമാപന വേദി. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച തൃപ്പൂണിത്തുറ, തൃക്കാക്കര, പിറവം, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ സദസ്സ് ജനുവരി 1-2 തീയതികളിൽ നടക്കും. അതേസമയം നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നാടിന്റെ ഭാവിക്ക് വേണ്ടിയുമാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സ് മഞ്ചേശ്വരം മുതൽ നേമം വരെ എത്തുമ്പോൾ അനുഭവപ്പെട്ടത് വലിയ തോതിലുള്ള ജനസാന്നിധ്യമാണ്. ആർക്കും മറച്ചുവെക്കാനാകാത്ത വിധം ജനസാഗരമാണ് ഓരോ മണ്ഡലത്തിലും ഒഴുകിയെത്തുന്നത്. നാടിന്റെ പ്രശ്നം അതീവ ഗൗരവമായി ജനങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേമം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞത്. ഒരു കൂട്ടർക്കും എതിരായി സംഘടിപ്പിക്കുന്ന പരിപാടിയല്ല ഇത്. പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും നാടിന്റെ മുന്നോട്ടു പോക്കിന് തടയിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ജനസമക്ഷത്ത് അവതരിപ്പിക്കുകയുമാണ് ലക്ഷ്യം. നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് തുറന്നു കാട്ടുന്നത്. സംസ്ഥാനത്തിന്റെ കയ്യിൽ വരേണ്ട തുകയിൽ അതിഭീമമായ സംഖ്യയാണ് കുറവ് വന്നിട്ടുള്ളത്. ആ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. സംസ്ഥാനം ആ കണക്കുകൾ ജനസമക്ഷത്ത് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്. സുപ്രീം കോടതിയിലും ഇതാണ് വസ്തുത എന്നറിയിച്ചിട്ടുണ്ട്. കേന്ദ്രം അന്യായമായി ഭരണഘടനാ വിരുദ്ധമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളിലും ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നവകേരള സദസ്സുകളിൽ ഒഴുകിയെത്തുന്ന ജനങ്ങൾ സർക്കാരിന് കരുത്തു പകരുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ, തങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് അവർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി എന്നിവരും സംസാരിച്ചു.